വിനോദ് ഗത്തൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എന്തിനും ഏതിനും AI-യുടെ കാലമാണല്ലോ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതിൻ്റെ യുഗമാണ് ഇപ്പോൾ. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സിനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ കാണുന്നവരെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തേത്, ഇതിൽ ഇങ്ങനെയൊക്കെ ഒരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തേത് എന്ന് പറയുന്നത്, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാനെന്താ ചെയ്ത കുഴപ്പം, ഇതൊന്നൊരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നവർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ ഇതിപ്പോൾ ഞാനും ചെയ്തു പോയല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയകളിൽ ഏറ്റവും കൂടുതൽ ഓളം സൃഷ്ടിച്ച ഒന്നാണ് AI ഫോട്ടോഗ്രാഫി. എല്ലാവർക്കും അറിയാതെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് AI കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഞാൻ ഇതിലൂടെ ഒന്നും കൂടി പറയുന്നു എന്ന് മാത്രം. അതായത് ഇൻഫ്ലുവൻസർ ആയൊരു പെൺകുട്ടി AI-ക്ക് ഒരു ഫോട്ടോ കൊടുത്തു. അത് അവൾ കൊടുത്ത ഫോട്ടോ ഫുൾ ഡ്രസ്സുള്ള ഫോട്ടോ, അതായത് ചുരിദാറിട്ടൊരു ഫോട്ടോ ആയിരുന്നു കൊടുത്തത്. AI എന്ത് ചെയ്തു, അതിൻ്റെ ഔട്ട്പുട്ട് കൊടുത്തത് സ്ലീവ്ലെസ് ആയ ഒരു ബ്ലൗസും ഒരു സാരി എടുത്തൊരു ഫോട്ടോ തിരിച്ചു കൊടുത്തു. ആ ഫോട്ടോയിൽ ആ പെൺകുട്ടി കണ്ടൊരു കാര്യം എന്താ വെച്ചെങ്കിൽ, അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു ബ്ലാക്ക് സ്പോട്ട്, കയ്യിൻ്റെ ഇവിടെ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് സ്പോട്ട്, ഒരു മറുക് AI-ക്ക് എങ്ങനെ മനസ്സിലായി അവിടെ ഒരു മറുകുണ്ടെന്ന്. അത് ഭയങ്കര വിവാദമായിരുന്നു. അത് പെൺകുട്ടി കേസ് കൊടുക്കുകയൊക്കെ ചെയ്തു. സത്യത്തിൽ നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ നമ്മൾ ചാടി എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും, ഒന്നും നോക്കില്ല. അത് അപ്പോഴത്തെ ഒരു ആവേശം കൊണ്ട് ചെയ്യുന്നതാണ്, ആരും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പക്ഷേ ഇതിലൊരു ചതി ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പിന്നീടാണ് മനസ്സിലായത്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. 1984 നോക്കത്താ ദൂരത്ത് കണ്ണെന്നിട്ട് പറഞ്ഞിട്ടൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട്. നദിയാമുത്ത് ഫസ്റ്റ് അങ്ങനെ അഭിനയിച്ചൊരു ഫിലിമായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് ഒരു കൂളിംഗ് ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിട്ട ഡ്രസ്സ് പോലും കാണില്ല എന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിൽ. സത്യത്തിൽ അത് ഉണ്ടായിരുന്നോ എന്ന് നമുക്കറിയില്ല, എനിക്കിപ്പോഴും അറിയില്ല. അങ്ങനെ ഉപയോഗിച്ചിരുന്നോ എന്ന് അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. പക്ഷേ അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ AI-ക്ക് എന്തുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൂടാ എന്ന് നമ്മൾ ചിന്തിക്കണം, ഇല്ലേ? ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അതായത് കേരള പോലീസ് വരെ അവയർനെസ് കൊടുത്ത ഒരു സംഭവമാണ് ഇത്, AI ഫോട്ടോഗ്രാഫി. AI-ക്ക് വേണ്ടി നമ്മൾ ഒരു ഫോട്ടോയും കൊടുക്കരുത്. നമ്മളുടെ ഡാറ്റ പേഴ്സണൽ ഡാറ്റകളാണ്. നമ്മളുടെ ഫോട്ടോ, നമ്മളുടെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം പേഴ്സണൽ കാര്യങ്ങളാണ്. അത് നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. നമ്മുടെ ഡാറ്റ വേറെ ഒരു സോഷ്യൽ മീഡിയയിലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. കാരണം പല ഭാഗങ്ങളിലും പല കാര്യത്തിലും അത് ദുരുപയോഗം ചെയ്യും. പ്രത്യേകിച്ച് പെൺകുട്ടികളാകുമ്പോൾ എത്രയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ചെറിയ പെൺകുട്ടികളാണെന്ന് ചോദിക്കാൻ കുഴപ്പമില്ല, വലിയ പെൺകുട്ടികളാകുമ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് AI-യുടെ ഫോട്ടോകളാണ് എല്ലാവരും ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയൊരു അപകടമാണ് ഒളിഞ്ഞിരിക്കുന്നത്. കാരണം ഇനി വരും കാലങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. കാരണം പല ആളുകളുടെയും ഫോട്ടോ ചിലപ്പോൾ അവരവരുടെ മൊബൈലിലേക്കൊക്കെ ഇങ്ങനെയായിട്ടുള്ള ഡ്രസ്സില്ലാത്ത ഫോട്ടോ ഒക്കെ വന്നേക്കാം. ഇതെങ്ങനെ ഇവർ ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ പ്രത്യേകിച്ച് മലയാളികൾ, നമ്മൾ എവിടെ പുറത്ത് പോകുമ്പോൾ, അതായത് നമ്മൾ വീട് വിട്ട് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്യുന്ന സമയത്തോ, ഹോട്ടലുകളിലോ അല്ലെങ്കിൽ മറ്റുള്ള കൂൾ ബാറുകളിലോ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ഏതെങ്കിലും റൂമിൽ പോകുമ്പോഴൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യമാണ് ക്യാമറകളുണ്ടോയെന്ന് ശ്രദ്ധിക്കും. പല ക്യാമറകളും അങ്ങനെ പിടിച്ചിട്ടുമുണ്ട്. പല ക്യാമറകളിലൂടെ പല വീഡിയോ ഫോട്ടോസ് പുറത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. ഈ AI എന്ന് പറയുന്ന ഒരൊറ്റ സംഭവം കൊണ്ട് എത്ര ആളുകളുടെ ഫോട്ടോ ഇവർക്ക് കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇനി വരും കാലങ്ങളിൽ ഇതൊക്കെ ചിലപ്പോൾ വന്നേക്കാം. ആരും വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മൾ സഹോദരിമാരോടും നമ്മുടെ ചേച്ചിമാരോടൊക്കെ നമുക്ക് കൂടുതലും പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ ഇങ്ങനെയുള്ള ഓരോ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ നമ്മൾ വരുന്ന സമയത്ത് പെട്ടെന്നൊന്നും ചെയ്യാതിരിക്കുക. പെട്ടെന്നൊന്നും നമ്മൾ അതിലേക്ക് എടുത്ത് ചാടി ഓരോന്നും ചെയ്യാതിരിക്കുക. സംഭവം ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇതൊക്കെ. നമ്മൾ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതൊക്കെ. പക്ഷെ അതിനുള്ളിലൊരു ചതി എന്തായാലും ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ഒരാളെയും നന്നാക്കാൻ വേണ്ടിയിട്ടായിരിക്കില്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഉപകാരമായിട്ടൊരു കാര്യം വരില്ല. നമുക്ക് ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് തരുന്നൊരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യണം, നമ്മൾ ആ വീഡിയോയിൽ നമ്മൾ തന്നെയാണ് എഡിറ്റിങ് ചെയ്യണമെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഒരു ഫോട്ടോ എടുത്തു, നമ്മൾ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റുള്ള ബ്രൈറ്റ്നസ് കൂട്ടുന്നു, അല്ലെങ്കിൽ എറേസ് ചെയ്യുന്നു, കളർ കുറച്ച് ഫെയ്ഡ് ആക്കുന്നു, അങ്ങനെയൊക്കെ നമ്മൾ തന്നെ അതിൻ്റെ ഇൻപുട്ട് കൊടുത്ത് ചെയ്യാൻ പ്രശ്നമില്ല. ഇത് നമ്മളൊരു ഫോട്ടോ കൊടുത്ത് ഔട്ട്പുട്ട് വേറെ രീതിയിലാക്കി നമുക്ക് തരുന്ന അങ്ങനെയുള്ള സോഫ്റ്റ്വെയർ എത്രത്തോളം ഇവരിതിനെ
അഡ്വാൻസ്ഡ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒരാളും ഇതിൽ പോയി ഇനിയും പെടാതിരിക്കുക, എത്രയും ശ്രദ്ധിക്കുക. ഇനി എല്ലാവരും ഇവർക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പറയുക. വീട്ടുകാരോടായാലും ശരി, സുഹൃത്തുക്കളായാലും ശരി, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ നമ്മളെ സഹോദരന്മാരായാലും പെങ്ങന്മാരായാലും ശരി, ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒരുപാട് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മൾ ജാഗ്രതയാണ് വേണ്ടത്, പേടിയല്ല വേണ്ടത്, ജാഗ്രത വേണം നമ്മളിതിന്. പണ്ട് നമ്മൾ കൊറോണ സമയത്തൊക്കെ ഉണ്ടായിരുന്നില്ല, പേടിയല്ല വേണ്ടത്, ജാഗ്രതയാണ്. നിപ്പ വന്നാൽ നമുക്ക് പേടിയല്ല വേണ്ടത്, ജാഗ്രത. ഇത് നിപ്പ എന്നല്ല, ഇതിനേക്കാളൊക്കെ വലിയ സംഭവങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ നിങ്ങളുടെ സ്വന്തം വിനോദ് കത്തേൽ.